പോകാം എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ആ എങ്കിൽ ഞാൻ വരാം, നമുക്ക് കാണാം. എന്നാലേ വൈകിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് വേണം. സമയം തീരുമാനിച്ച് എനിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് തന്നാ മതി. ആ ഓക്കെ നിധി. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? പെർഫോമൻസിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പ്ലാനിങ്. വസുന്ധര അമ്മയെ ചെയ്യാത്ത കൊലക്കുറ്റത്തിൽ കൊടുക്കുന്നത് വരെയായിരുന്നു എന്റെ പ്ലാൻ. ഇനി അങ്ങോട്ടുള്ളത് നിന്റെ പ്ലാനാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സത്യത്തില് പണം തന്നെയായിരുന്നു നിധിയുടെ ലക്ഷ്യം. ഛേ, അതെന്താ ഇത്ര കാലമായിട്ട് എനിക്ക് മനസ്സിലാകാതെ പോയത്? വല്ലാത്ത മണ്ടത്തരമായിപ്പോയി. ഇനിയിപ്പോ പണം കൊടുത്താൽ അവൾ ഒഴിഞ്ഞു പോകുമെങ്കിൽ ആ 50 ലക്ഷം രൂപയുടെ ബ്ലാക്ക് മണി അവളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തിട്ടായാലും കുഴപ്പമില്ല, അവളെ ഒഴിവാക്കാവല്ലോ. എനിക്കെന്റെ ഗൗതമിനെ തിരികെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. എന്തായാലും വല്ലാത്തൊരൈറ്റമാണ് ഈ നിധി. അത്ര പെട്ടെന്നൊന്നും അവളുടെ ഉള്ളിലിരിപ്പ് പിടിച്ചെടുക്കാനാവില്ല. വസുന്ധരാമയ്ക്ക് എന്തെങ്കിലും സംശയം തട്ടിക്കാണോ? അതായിരിക്കും ഇനി വരാതിരിക്കുന്നത്. പറഞ്ഞ സമയം ആവുന്നതല്ലേ ഉള്ളൂ. ഗൗതമിനെ ഉപേക്ഷിച്ച് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഏത് നരകത്തിലേക്കും, അതിനി ഏത് പാമ്പി വിളിച്ചാലും ആന്റി വന്നിരിക്കും. അതെനിക്ക് ഉറപ്പാ. ഗൗതം ദേ നോക്കി. വസുന്ധരാമ വരുന്നുണ്ട്. ഞാനേ